ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് കർക്കിടക 5 കർക്കിടകത്തിലെ പൂരാടാണ്. അതായത് ഇന്ന് എൻ്റെ 25th ബർത്ത്ഡേ വ്ളോഗാണ്. ഞാൻ എന്താ പറയണതെന്ന് എനിക്ക് തന്നെ മൊത്തത്തിൽ വരാം. ഞാനപ്പോൾ മൊത്തത്തിലൊരു അന്തം പോയി നിൽക്കണതായിരുന്നു. ഞാൻ കുറച്ച് നേരമായി വീഡിയോ ഇൻട്രോ എടുക്കാൻ തുടങ്ങിയിട്ട്. മൊത്തത്തിൽ ഭയങ്കര ബഹളമാണ് ഉണ്ണികളെല്ലാവരും കൂടിയിട്ട്. സോ എനിക്ക് എന്താ എടുത്തെടുത്തെടുത്ത് എൻ്റെ വൈബ് കണ്ടു പോയി. സോ ഞാനൊന്നും അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ടൈം ഒരു 10 മണി ആയിട്ടുണ്ട് മോർണിംഗ്. ഇനി പോയിട്ട് കുളിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ. പിന്നെ അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല. എക്സ്പെക്റ്റേഷൻസ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം എല്ലാ വട്ടം അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ നല്ല എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി ഉണ്ടല്ലോ, അതാവുമ്പോൾ ഭയങ്കര മൂഡ് ഔട്ട് ആവാറുണ്ട്. സോ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷനൊന്നുമില്ല. സാധാ ഒരു കൂൾ ഡേ ആയിക്കോട്ടെ എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ സോ ഞാൻ എൻ്റെ സാധാരണ ദിവസങ്ങളിൽ എൻ്റെ ബർത്ത്ഡേയ്സൊക്കെ എങ്ങനെ വരുന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. പിന്നെ 3 ഉണ്ണികളായിട്ടുള്ള 25th ബർത്ത്ഡേ ആണല്ലോ. സോ അത് ഒരു ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം 24 വയസ്സിലാണ് ഞാൻ 3 കുട്ടികളുടെ അമ്മയായത്. അപ്പോൾ 25 വയസ്സാകുമ്പോഴേക്കും 3 കുട്ടികളുണ്ട് ഇപ്പോൾ. സോ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ഓൺ വോയിസസ് പറഞ്ഞിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ഓൺ വോയിസിൽ വീഡിയോസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ എനിക്ക് ഭയങ്കര ഒരു തപ്പിപ്പിടുത്തുണ്ട്. സോറി ഫോർ ദാറ്റ്. ശരിയായിക്കോളും, അങ്ങനെ പോകെ ശരിയായിക്കോളും, ശരിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാണ്. പിന്നെ ഞാൻ സാധാരണ നൈറ്റിയൊക്കെയാണ് ഇടാറ്. ഇത് എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തെ ഡ്രസ്സാണ്. ടൈറ്റാണ്, എന്നാലും ഞാനൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് എടുത്തിട്ടപ്പോൾ എനിക്കിനി ഭയങ്കര സംഭവം ഈ റൂമിലിപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരും ഇല്ല. എന്നാലും എനിക്ക് ഭയങ്കര ബ്ലഷ് അടിക്കുക, ഭയങ്കര ക്രിഞ്ച് തോന്നുക. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല മഴയാണ് പുറത്ത്, എന്നാലും ഞാൻ കിടന്നിങ്ങനെ വേർത്തോണ്ടിരിക്കുക. എനിക്കറിയില്ല എന്താണ്. ഞാനപ്പോൾ പോയി കുളിക്കാൻ പോവാണ്. പോയി കുളിച്ചിട്ട് പുതിയ ഡ്രസ്സല്ല, നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടിട്ട് ഞാൻ വരാം. അപ്പോൾ എൻ്റെ ഈ ഒരു ദിവസം എങ്ങനെയാണ് പോകണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പ്ലസ് എനിക്ക് എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റായിട്ടാണ് ഒരു ബർത്ത്ഡേക്ക് ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യണത്. സോ എൻ്റെ മുൻപത്തെ ബർത്ത്ഡേസൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് ഇപ്പോൾ ആദ്യമായിട്ട് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഞാനപ്പോൾ ഉണ്ണികളിന് എനിക്ക് ബഹളാവണേക്കാട്ട് മുൻപ് ഞാൻ പോയി കുളിക്കട്ടെ. ഞാൻ പോയി കുളിച്ചിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. പിന്നെ ബാക്കി പരിപാടികളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ശരി. കുളിക്കണേക്കാട്ട് മുൻപായിട്ട് ഞാൻ ഒരു മാസ്ക് ഇടാന്ന് കരുതിയിട്ട്. ഇതെന്തിനുള്ള മാസ്കാന്ന് എനിക്കറിയില്ല. ഞാനിതിൽ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, പാലിട്ടുണ്ട്, കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു മാസ്കാണിത്. നമുക്കിട്ടാം. ഇട്ടിട്ട് പോയിട്ട്
എന്നിട്ട് പോയി കുളിക്കാം. എനിക്കെപ്പോഴും ക്യാമറയിൽ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഞാൻ നോക്കണത് എന്നെ തന്നെയാണ്, പക്ഷെ ക്യാമറ അതായത് ഇവിടെയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരിതുണ്ടാവും. ആക്ച്വലി എൻ്റെ കഴുത്തിലും എൻ്റെ ഫേസിലും ഡിഫറൻസ് കണ്ടില്ലേ, കളർ ഡിഫറൻസ്, അതായത് പിഗ്മെൻറ്റേഷനാണ്. അത് പോകണില്ല. ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 50 ദിവസമായി. എനിക്ക് 50 ദിവസമായി ഡെലിവറി കഴിഞ്ഞിട്ട്. ഉണ്ണികൾ ഇവിടെ കിടക്കുന്നുണ്ട്, കാണണ്ടോ ഇല്ല. ഞാൻ കുളിച്ച് വന്നിട്ട് അവരെ കാണിച്ചു തരാം. അവരെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല, ബഹളമാണൊക്കെ മുന്നേ അവരെ കുളിക്കാം. കോഫി എന്തിനാ യൂസ് ചെയ്യണേ? കാപ്പി വയ്ക്കാനല്ല, മുഖത്തിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല എന്താണെന്നറിയില്ല. ഇന്ന് രാവിലെ എൻ്റെ അപ്പോൾ തൊട്ട് എനിക്ക് ഒരു വെളിവില്ലാത്ത പോലെ തോന്നുന്നു. മൊത്തത്തിൽ ഒരു അന്തം പോയ പോലെ ഉണ്ട്. അല്ല, അങ്ങനെ തന്നെയാണ്, എന്നാലും ഇതിലും വെളിവുണ്ടാവാറുണ്ട്. ഇന്ന് പിറന്നാളായതുകൊണ്ട് 25 വയസ്സായതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ. പിന്നെ ഇന്നിപ്പോൾ വീട്ടിലിപ്പോൾ ഇന്ന് ചേട്ടൻ വരുമോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ചേട്ടന് ലീവാണ്, വരുമോയെന്ന് എനിക്കറിയില്ല. വരുമായിരിക്കും. ലാസ്റ്റ് 3 വർഷവും ഞാൻ പിറന്നാളിന് അവിടെ ആയിരുന്നു, ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു കൊല്ലം ഇവിടെ അല്ല, മുൻപും 10-21 വർഷം ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര ബർത്ത്ഡേക്കൊക്കെ ഭയങ്കര സ്പെഷ്യലായി തുടങ്ങിയത്. അതോടിക്കുമ്പോൾ ഒരു വിഷമം. ഓക്കെ, കൂടിപ്പോയോ? കുറച്ചുണ്ടാക്കിയിരുന്നല്ല, അവർ തേച്ചു. ഓക്കെ, ഞാൻ പോയിട്ട് ഇനി കുറച്ച് നേരമായി പറയണു കുളിക്കാൻ പോകണമെന്ന്. ഇതൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് ഇനി ഡ്രസ്സ് മാറി വരാം. എന്താ നോക്കിയേ? ചിരിച്ചേ? അമ്മേരെ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. നമ്മൾ ബ്ലൂ, ഉണ്ണിയും ബ്ലൂ, അമ്മയും ബ്ലൂ. ബാക്കിലിരുന്നിട്ട് അമ്മ ഉണ്ണികളെ കുളിപ്പിക്കാനായിട്ട് എണ്ണ തേക്കുന്നുണ്ട്. അതാണ് അമ്മ ഇരുന്ന് ഓരോന്നൊക്കെ പറയണത്. പിറന്നാളായതുകൊണ്ട് ഞാൻ എനിക്ക് പാകമുള്ളതിൽ ഞാനൊരു നോക്കി നല്ലൊരു ഡ്രസ്സാണ് എടുത്തിട്ടത്. ഇട്ട് വന്നപ്പോൾ ഞാനും 3 ഉണ്ണികളും ബ്ലൂ തന്നെയായിരുന്നു കളറ്. പിന്നെ പിറന്നാളായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഞാൻ ഉണ്ണിയും കൂടിയിട്ട്. പക്ഷേ എനിക്ക് എടുത്ത് വന്ന് ലാസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഒന്നും ഇഷ്ടമായില്ല. അപ്പോഴേക്കും ഉണ്ണി വേഗം പോയിട്ട് ട്രൈപോഡ്മ പണി തുടങ്ങി. അപ്പോഴേക്കും ഞാനത് എടുത്ത് വെക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മോട് പറയണ റോഡ് സൈഡിൽ വീടായതുകൊണ്ട് ഒന്നും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം നമ്മളവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ റോട്ടിൽ കൂടെ പോകുന്നത് മുഴുവൻ നമ്മളെ നോക്കിയിട്ടാണ് പോണേ. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു നാണക്കേടാണ് അങ്ങനെയൊക്കെ കാണുമ്പോൾ. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊന്ന് വൃത്തിക്ക് സമാധാനത്തോടൊന്ന് ഒരുങ്ങണത്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് എന്നെ കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. സാധാരണ എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്താ കോലം, എന്തിങ്ങനെ, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. ഭയങ്കര ഞാൻ തന്നെ എന്നെ ബോഡി ഷെയിം ചെയ്യുന്നൊരു രീതിയിലേക്ക് ഞാൻ എത്തിക്കും. പക്ഷെ ഇന്ന് എനിക്ക് കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ പോലുണ്ട്, പക്ഷെ വയറ് മാത്രം കുറഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു പണി കിട്ടി. വേറൊന്നുമല്ല, നല്ല തലവേദന വന്നു തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് അറിഞ്ഞൂടാ, ഞാൻ ഫസ്റ്റ് തൊട്ടേ വീഡിയോയിൽ കണ്ണട വെച്ചിരുന്നില്ല. രാവിലെ തന്നെ ലൈറ്റ് ഇട്ട് വീഡിയോസ് എടുത്തതും അതൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. പിന്നെ ഇത്രയും നേരം ഒരു 2-3 മണിക്കൂർ കണ്ണട വെക്കാണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ഉച്ച 12 മണിക്കായതും എനിക്ക് നല്ല തലവേദന വന്നു തുടങ്ങി. സ്റ്റിൽ ഞാൻ അപ്പോഴും കണ്ണട വെച്ചിട്ടില്ല, എനിക്ക് അപ്പോഴും ബോധം വന്നിട്ടില്ല എന്തുകൊണ്ടാണ് തലവേദന വരണേന്നുള്ളത്. പോരാത്തിന് വീട്ടിലെ ബഹളം, ഉണ്ണി പാത്രങ്ങൾ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തീരെ പറ്റാണ്ടായി. എനിക്കല്ലെങ്കിലും എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ എനിക്ക് പനി വരും, അല്ലെങ്കിൽ എനിക്ക് തലവേദന വരും. ഇതിൽ ഏതെങ്കിലും ഒന്നും എനിക്ക് എപ്പോഴും എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിന് കിട്ടാറുണ്ട്. രാവിലെ തൊട്ട് ഞാൻ എത്ര എക്സൈറ്റ്മെന്റിലായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ. ഉച്ചയാകുമ്പോഴേക്കും എൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഞാൻ ആകെ അങ്ങനെ കിടന്നു പോയി. പിന്നെ ഊണ് കഴിക്കാനൊന്നും എനിക്ക് യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല, കാരണം തീരെ വയ്യായിരുന്നു. അതിനിടയ്ക്കൂടെ ഉണ്ണിയും നല്ല വാശിയായിരുന്നു, അവൻ എൻ്റെ അടുത്ത് നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവനെയും മടി വെച്ചിട്ട് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത്തിരി ചോറ് കഴിച്ചു. കാരണം എനിക്ക് കണ്ണൊന്നും തുറക്കാൻ വയ്യ, തീരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അതിനിടയ്ക്കൂടെ ഉണ്ണിയും നല്ല വാശി, എല്ലാം കൂടിയിട്ട് എനിക്ക് തല പൊളിക്കണ പോലെ ആയിരുന്നു. പിന്നെ എല്ലാ വട്ടത്തെയും പോലെ പിറന്നാൾ സദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. ചോറും പിന്നെ 2-3 കറിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പായസം പോലും വെച്ചിരുന്നില്ല, കാരണം ഇവിടെ ഉണ്ണികളൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് അലമ്പും ബഹളമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആർക്കായാലും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എനിക്ക് അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് തലവേദന വന്നായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമമായത്. കാരണം ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ എത്രമാത്രം അൺഫോർച്ചുനേറ്റ് ആണ്. കാരണം എല്ലാ വട്ടവും എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഫുള്ള് ഡള്ളായി ഡൗൺ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കേണ്ടി വരും. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ ഉണ്ണികൾക്ക് ഫീഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് 2 പേർക്കും ഞാൻ ബോട്ടിൽ ഫീഡ് ചെയ്തു. ചേട്ടൻ എത്ര നേരമായിട്ട് എത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പത്തും എഴുതിയിട്ട് ചേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനോട് ഞാൻ എൻ്റെ പിറന്നാളാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ പിറന്നാളിൻ്റെ അന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയും വീടുണ്ടോ ചോദിക്കുകയും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. ഞാൻ ചേട്ടൻ വരുന്ന കരുതി കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ സന്ധ്യയായി, നമ്മുടെ വീട്ടിലെ വിളക്കൊക്കെ വെച്ചു. സ്റ്റിൽ ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ചെറിയൊരു മൂഡ് ഔട്ടായി. അങ്ങനെ പിന്നെ കുറേ നേരം വെറുതെ ഇരുന്നപ്പോൾ ഞാൻ കരുതി എന്ന് വെച്ചാൽ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ മുട്ടയും ബ്രെഡ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതുണ്ടാക്കാണ് ഇപ്പോൾ ചെയ്യണത്. എനിക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഞാൻ കരുതി എന്ന് വെച്ചാൽ ഉണ്ണിക്ക് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അവൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് കരുതിയിട്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്ന വിധം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. ഇത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ മൈൻഡ് തീരെ എൻ്റെ അടുത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ചേട്ടൻ എന്താ വരാത്തെ, വിളിച്ചില്ല എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഭയങ്കര ഇതായിട്ടിരിക്കായിരുന്നു. അതങ്ങനെ ചിന്തിച്ച് പോയപ്പോൾ സംഭവം കരിഞ്ഞ് കയ്യിൽ കിട്ടി. ഉണ്ണിക്ക് കൊടുത്തപ്പോൾ ഉണ്ണിക്ക് ഒട്ടും ഇഷ്ടമായില്ല. വിശന്നിരിക്കണോണ്ട് എൻ്റെ ബ്രദർ കഴിച്ചു, ബാക്കി ഞാനും കഴിച്ചു. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം എങ്ങനെയോ കഴിഞ്ഞു. ഈ ജീവിതം പ്രിയമല്ലയോ, ഈ നാളിലെ മുറിവൊന്നിതാ നാളെ വരും മധുരങ്ങളായി പിന്നെ നെക്സ്റ്റ് ഡേ ഉച്ചയായപ്പോഴാണ് ചേട്ടൻ വീട്ടിലേക്ക് വരുന്നത്. ഞാനാണെങ്കിൽ ഇനി എന്ത് സംഭവിച്ചാലും മൈൻഡ് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. പിന്നെ വരാൻ പറ്റാത്തതിന് 2-3 എക്സ്ക്യൂസൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു നമുക്കനുസരിച്ച് പുറത്തേക്ക് ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വീടിനടുത്തുള്ള ബീച്ചിലേക്ക് പോയി. തലേന്ന് ഞാൻ പിറന്നാളായപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് ഞാൻ ഒരുങ്ങിയിരുന്നിരുന്നതാ. പക്ഷേ ഈ ഒരു ദിവസം ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ആകെ എണ്ണയിലൊക്കെ കുളിച്ച് നിൽക്കുന്ന ഒരു കോലായിരുന്നു എൻ്റെ. പക്ഷെ അതൊന്നും നോക്കിയില്ല, വേഗം തന്നെ മാറ്റി ഒരുങ്ങി പുറപ്പെട്ടു. ഉണ്ണിക്കും കൂടിയും കളിക്കാൻ പറ്റിയൊരു സ്പോട്ട് തിരഞ്ഞെടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് അവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കാരണം ഇത്ര അധികം ഓടിക്കളിക്കുള്ള സ്പേസ് അവൻ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവൻ അങ്ങനെ ഓടായിരുന്നു. പിന്നെ അവന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്, വെള്ളത്തിൽ കളിക്കാനൊക്കെ. അപ്പോൾ കടൽ കണ്ടപ്പോൾ അവൻ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ട് ഉപ്പിലിട്ടതും പിന്നെ ഉണ്ണിക്ക് ബബിൾസ് പിന്നെ ചേട്ടൻ തിരി സോഡൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത്. പൈനാപ്പിൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്. പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഇത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് പൈനാപ്പിൾ ഞാനൊന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പിലിട്ടതിൽ ഏതാ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു പൈനാപ്പിൾ മതിയെന്ന്. ഉണ്ണിക്ക് ആദ്യമായിട്ടോ ഈ ബബിൾസ് അവനെ സംഭവം വാങ്ങി കൊടുക്കുന്നതും അവൻ ആദ്യമായിട്ടാണ് ബബിൾസ് കാണുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അവനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. പിന്നെ ഉണ്ണിക്ക് ഇപ്പോൾ തുടങ്ങിയൊരു ശീലമാണ് ക്യാമറ കാണുമ്പോൾ നാവ് നീട്ടുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുമ്പോൾ. സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയായിരുന്നു എൻ്റെ 25th ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതെല്ലാവർക്കും ബൈ.